ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. വിഷുവൊക്കെ അങ്ങ് എടുത്തു വരികയല്ലേ, അപ്പം എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര നന്നായിട്ട് ഉടുക്കാൻ അറിയാവുന്ന ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷേ ഞാൻ സാരി ഉടുത്തു കഴിഞ്ഞാൽ ആരും കുറ്റം പറയാറില്ല. എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ളൊരു കാര്യം ആർക്കും മനസ്സിലാകാറില്ല. അപ്പം ഞാൻ അതിനു വേണ്ടി ചെയ്യുന്ന കുറച്ച് ട്രിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വിഷുവായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാരി ഡ്രേപ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ആവശ്യമാണെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല, സാധാരണക്കാരന് പറ്റാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് കൂടി ചെയ്യും. എന്തായാലും നമുക്ക് ഒരു 16 ദിവസം അടുപ്പിച്ച് നമുക്ക് ഒറ്റ സാരിയാണ് എൻ്റെ കയ്യിലുള്ളൂ. സാരി വെച്ചിട്ട് നമുക്കൊരു 16-17 ലുക്ക് നമുക്ക് എന്തായാലും വിഷു എത്തുന്നത് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് സാരി ആദ്യമേ തന്നെ പ്ലീറ്റ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം സാരി എടുത്ത് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് പ്ലീറ്റ് ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ സാരി പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വേറൊരു ടൈപ്പിലോട്ട് പോവില്ല. ഇതേ ടൈപ്പിൽ തന്നെ സാരി ഡ്രേപ്പ് ചെയ്യുള്ളൂ. കാരണം ഇത് ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചാൽ പിറ്റേ ദിവസം നമുക്കിത് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വിഷയമുള്ള കാര്യമൊന്നും അല്ല. അപ്പം ഞാൻ എങ്ങനെയാണ് സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം നമുക്ക് നോക്കാം. അതെ, ഈ ഒരു സാരിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് എൻ്റെ കയ്യിൽ ആകപ്പാടെ ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മുടെ ടിഷ്യൂ സിൽക്കിൽ വരുന്നൊരു സാരിയാണേ. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഫ്ലവറും അതുപോലെ തന്നെ റെഡ് ഫ്ലവറും ഒക്കെ ആയിട്ട് നമ്മുടെ സിൽക്ക് ത്രെഡിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി എനിക്കിഷ്ടം പ്ലെയിൻ സാരിയാണ്. പക്ഷേ പ്ലെയിൻ സാരി ചേച്ചിയുടെ കയ്യിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരി നോക്കിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 17 ലുക്ക് കാണാം. ഇന്നിപ്പോൾ നമ്മൾ നോർമൽ സാരി എങ്ങനെ ഉടുക്കണേ, നല്ല പ്ലീറ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഒരു നോർമൽ സാരി നമുക്ക് എങ്ങനെ ഉടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മുടി കെട്ടി വെച്ചിട്ടുള്ളതൊന്നും നോക്കണ്ട, ഒടുക്കത്തെ ചൂടാണ്. എൻ്റെ മുഖം കണ്ടാൽ അറിയാം, ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, നമുക്ക് സാരി ഡ്രേപ്പിംഗ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സാരിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ആദ്യം സാരീൻ്റെ എൻഡ് ഭാഗം, മുന്താണി വരുന്നത് ഈ ഭാഗമാണ്. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയിൽ നല്ല വർക്കൊക്കെ വരുന്ന ഇതുപോലത്തെ എംബ്രോയിഡറി വർക്ക്സ്. എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ, ഹാൻഡ് എംബ്രോയിഡറി ഒന്നുമല്ല. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് മുന്താണീൻ്റെ ഭാഗം. അപ്പോൾ മുന്താണിയല്ല, നമ്മൾ ഈ ഒരു ഭാഗം എടുക്കുക, അതായത് നമ്മൾ സാരീൻ്റെ എൻഡ് പോർഷൻ എടുക്കുക. എന്നിട്ട് ഇതെൻ്റെ റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡിൻ്റെ അവിടെ ജസ്റ്റ് സാധാരണ ഒരു ഡ്രസ്സിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സ്കേർട്ട് ഇടാം, സാരീൻ്റെ സ്കേർട്ട് ഇടാം. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം പാൻറ്റാണ് ഇട്ടിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് കുത്തുക. നമ്മൾ റഫായിട്ടൊന്ന് സാരി ഡ്രേപ്പ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് എടുക്കുക. എന്നിട്ട് വീണ്ടും ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കുത്തി വെക്കുക. ഇനി നമ്മുടെ മുന്താണീൻ്റെ പോർഷൻ, അത് ജസ്റ്റ് നമുക്ക് ആ ഒരു ബാക്കിലുള്ള മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ മുന്താണീൻ്റെ ഭാഗം എടുക്കുക. വേണമെങ്കിൽ ഒരു റഫ് പ്ലീറ്റ് നടത്താം, കാരണം ഇതിങ്ങനെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ഒരു ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഇത്രയും ലെങ്ത്ത് എടുക്കുന്നുണ്ട്, കണ്ടോ, എൻ്റെ നീ ലെങ്ത്തിന് താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ. കുറച്ച് ലെങ്ത്ത് ഉള്ളതാണ് ഭംഗി. അപ്പം നീ ലെങ്ത്തിന് താഴെയാണ് ഞാൻ ഇവിടെ വരെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത് എവിടെ നിന്ന് പ്ലീറ്റ്സ് എടുക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ മുന്താണീൻ്റെ നീളം ഇതാണ്. ആ നീളം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് പിൻ ചെയ്ത് കൊടുത്താൽ നമ്മൾ അറിയണം, നമ്മൾ ഈ ഭാഗമാകണം മുകളിൽ വരേണ്ടത്. അപ്പോൾ ആ രീതിക്ക് വേണം എടുക്കാൻ. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങണം. അപ്പോൾ ഈ ഭാഗമാണ് അടിയിൽ വരേണ്ടത്, ഈ കസവ് അടിയിൽ വരണം, ഈ കസവ് മുകളിൽ വരണം. അത് ഓർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റ പിന്നെ കുത്തിയിട്ടുള്ളൂ. ഈ കസവാണ് അടിയിലേക്ക് വരേണ്ടത്. അപ്പം ഇത് തുടങ്ങണം എഴുന്നോട്ടെ.
ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇടയ്ക്കുള്ള ഒരു ദൂരം അത് വിട്ടിട്ട് ബാക്കിയുള്ളത് നമ്മൾ പ്ലീറ്റ് എടുക്കുക. പ്ലീറ്റ്സ് നമുക്ക് എത്ര ചെറുതാക്കി വേണമെങ്കിലും വലുതാക്കി വേണമെങ്കിലും എടുക്കാമെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അത്രയും ചെറുതുമല്ല അത്രയും വലുതുമല്ല എന്നുള്ള രീതിക്കാണ് ഞാൻ എടുക്കുക. ഇനി അവസാനത്തെ പ്ലീറ്റ് എന്ന് പറയുന്നത് കുറച്ച് വലുതെടുക്കുക. കണ്ടോ, എന്നാലും നമുക്കിവിടെ ടൈറ്റായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ പ്ലീറ്റ് നമ്മൾ കുറച്ച് വലുതെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് മറ്റേ നമ്മുടെ അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഒരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഇതുപോലൊരു ടേബിളോ അല്ലെങ്കിൽ നമ്മുടെ കിടക്കേൻ്റെ മുകളിലോ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ തൽക്കാലം ടേബിൾ ഉള്ളതുകൊണ്ട് ടേബിളിലിട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം തൊട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ പിൻ ചെയ്ത ഭാഗമാണ് അടിയിലേക്ക് വരേണ്ടത്, മറ്റേ ഭാഗമാണ് മുകളിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഒരു പിൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. ഏകദേശം ഇവിടെ ഒരു ഈ ലൈൻ തൊട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറിയ പ്ലീറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു കസവ് മാത്രം മുകളിലേക്ക് വരുന്ന രീതിയിൽ അത്രയ്ക്കുള്ളതേ ഉള്ളൂ. കാരണം ഈ ഒരു ഫിംഗറിൻ്റെ ലെങ്ത്ത് വിഡ്ത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു ഫിംഗർ വിഡ്ത്താണ് ഇതെടുത്തു. ഇത് മുകളിൽ വരേണ്ട കസവാണ്, ഏറ്റവും മുകളിൽ വരേണ്ടതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു ലൈൻ ഏകദേശം ഉണ്ട്. അപ്പോൾ ആ ലൈൻ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഈ ഒരു ഫ്ലവർ കണ്ടോ, ഈ ഒരു ഫ്ലവർ നോക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഈ ഒരു ഫിംഗർ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചു. ഇത്രയ്ക്കുള്ള ലെങ്ത്ത് ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് കുറേ പ്ലീറ്റ്സ് വേണമെന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു. പിന്നെയും ഒരു 3 ഫിംഗർ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. 3 ഫിംഗർ ഇതാ ഇത്ര എടുത്തു. ഇതിങ്ങനെ ഇങ്ങോട്ട് ഒരു 3 ഫിംഗറിൻ്റെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കണ്ടോ, ഈ അവസാനത്തെ പ്ലീറ്റും കുറച്ച് വലുതാക്കി തന്നെ ഇടാം. നേരെ ഈ പ്ലീറ്റ് ഇങ്ങോട്ടാണ്, ഈ പ്ലീറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇതിൻ്റെ അടുത്ത് ഞാനിവിടെ ജസ്റ്റ് കുത്തി കൊടുക്കണ്ടേ. ഇതാ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇത്രയും ഭാഗം ഒന്നും കൂടി പ്ലീറ്റ്സ് എടുക്കും. ഇതിനി എടുക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. കണ്ടോ, എന്നിട്ട് പിന്നെ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ മാത്രമല്ല, ഇതിപ്പോൾ നമുക്ക് ഇവിടേക്കുള്ള ലെങ്ത്തായി. നമ്മുടെ ജസ്റ്റ് ഈ ഭാഗത്തേക്കുള്ള ലെങ്ത്തായി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വരെ നമ്മൾ എടുത്തു. ഇനി നമ്മളൊരു ഇത് ഇത്രയും കൂടി എടുത്ത് വെക്കണ്ടേ. ജസ്റ്റ് ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കുള്ള പ്ലീറ്റ്സും കൂടി നമ്മൾ എടുത്ത് വയ്ക്കാം. ഇതിൽ വരുന്ന ആ പ്ലീറ്റാണ് കേട്ടോ എടുക്കുന്നത്. എന്നാലേ ഒരു ലുക്ക് വരുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു അയൺ ചെയ്ത് വെക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അയൺ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇടുക. ഇതാ, എന്നിട്ട് ഇതിൻ്റെ അടിയിലെ ഭാഗം ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങനെ വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് അടുത്തത് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലൈനിങ് അടുത്ത പ്ലീറ്റ് വെക്കുക. ഇങ്ങനെ ഫുൾ പ്ലീറ്റ്സ് അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കുക.
ഈ ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ അടിയിലത്തെ പോർഷനാണ്. അപ്പോൾ അടിയിലത്തെ പോർഷനും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഫുള്ള് എടുത്തിട്ടുണ്ട്. എല്ലാ പ്ലീറ്റ്സും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാൻ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, അതായത് ഈ വലിയ പ്ലീറ്റ്സ് വരുന്ന കണ്ടോ, ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടായിരിക്കും നമ്മൾ കുത്തുക. അപ്പോൾ നമ്മൾ ഈ പിന്ന് ഊരുക. ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ വെക്കുക. ചിലർക്ക് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണതാട്ടോ ഇഷ്ടം. ചിലർക്ക് മാത്രം, ഇപ്പോൾ എനിക്കൊക്കെ അത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണതല്ല, എനിക്കിങ്ങനെ വിരിഞ്ഞ് നിൽക്കണതാണ് ഇഷ്ടം. എത്രത്തോളം നമ്മുടെ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ വിരിച്ച് വെക്കണത്, അതുപോലെ കിടക്കണതാണ് ഇഷ്ടം. പക്ഷെ എന്നാൽ പല ആളുകൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്, എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ നിൽക്കണതൊന്നും ഇഷ്ടമല്ല. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ നിൽക്കണത് ഇഷ്ടമല്ല. ഈവൻ ദോ അങ്ങനെ ഏജ്ഡ് മാത്രമല്ല, എൻ്റെ ചേച്ചിക്കൊന്നും അങ്ങനെ നിൽക്കണത് ഇഷ്ടമല്ല. ചേച്ചി ഏജ്ഡൊന്നുമല്ല, പക്ഷേ ചേച്ചി ഞാനൊക്കെ ഏകദേശമൊക്കെ ഒരേ പ്രായമൊക്കെ തന്നെയാണ്. പക്ഷേ ചേച്ചിക്കൊന്നും ഇഷ്ടമല്ല. പക്ഷേ എനിക്കിത് ഇങ്ങനെ വിരിഞ്ഞ്, എത്രത്തോളം വിരിഞ്ഞ് എത്രത്തോളം അടിയിൽ പ്ലീറ്റ്സ് ഇങ്ങനെ കൂടുതൽ നിൽക്കുന്നു അത് എത്രത്തോളം എനിക്കിഷ്ടമാണ്. അപ്പോൾ അതേ ഇതിങ്ങനെ ഫുള്ള് വെക്കുക. നിങ്ങളിത് 100% ട്രസ്റ്റ് ചെയ്തോളൂ. എനിക്കിത് എപ്പോഴും ഭയങ്കര വർക്കായിട്ടുള്ളൊരു സാധനമാണ്. എന്നോട് ആരും ഇന്ന് വരെ മോശം പറഞ്ഞിട്ടില്ല. സാരി ഉടുക്കാൻ അറിയില്ലല്ലോ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. എവിടെ നിന്നാണ് ഉടുപ്പിച്ചേ എന്നൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ നമുക്കിത് 100 വട്ടം, പ്രത്യേകിച്ച് എനിക്ക് അറിയാത്ത ഒരാളായ കാരണമാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത്. അറിയുന്ന ഒരാളായിരുന്നു എന്നെ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ തന്നെ പിൻ ചെയ്താൽ മതി ഈ ബാക്ക് ഭാഗമായിട്ട്. അപ്പം തന്നെ അത് എല്ലാതും പെടും. കണ്ടോ, എല്ലാം പെട്ടിട്ടുണ്ട് ഇതിൽ. ഇനി അടിയിലും ഇതുപോലെ തന്നെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. ശരിയല്ലേ? ഇനി നമുക്കിത് അയൺ ചെയ്യാം. അപ്പം നമ്മുടെ സാരീൻ്റെ പ്രീ പ്ലീറ്റിങ്ങും അയണിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് സാരി ഉടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു റെഡ് ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഇതൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. പിന്നെ ഇതേ ഷൂ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഹീലുള്ള ഷൂ ആണ് ഇട്ടുള്ളത്. പിന്നെ സാധാരണ ഒരു നോർമൽ അണ്ടർസ്കേർട്ട് നല്ല കുറച്ച് അത്യാവശ്യം ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ സാരീൻ്റെ എൻഡ് പോർഷൻ എടുത്ത് ഇതുപോലെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ അവിടെ തന്നെ ഒരു പിൻ ചെയ്തും കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ ഒരു റൗണ്ട് എടുത്തിട്ട് വീണ്ടും ഈ റൈറ്റ് സൈഡിൽ തന്നെ കൊണ്ടുവന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി ഈ ഫാബ്രിക്കൊക്കെ നമ്മൾ കുറച്ച് നീറ്റായിട്ട് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയല്ല കേട്ടോ, കുറച്ചും കൂടി നീറ്റായിട്ട് ഉള്ളിലേക്ക് വൃത്തിയായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മുന്താണീൻ്റെ പോർഷൻ, നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കുത്തി കൊടുക്കുന്നില്ല. മുന്താണീൻ്റെ പോർഷൻ ഇതുപോലെ എടുത്ത് നമ്മൾ ജസ്റ്റ് ബാക്കിൽ കൂടെ എടുത്ത് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിൽ കൊണ്ടുവന്ന് നമ്മൾ ഓൾറെഡി ഇത് പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അവിടെ പിൻ ചെയ്യേണ്ടത്, ഷോൾഡറിൽ എവിടെ പിൻ ചെയ്യേണ്ടതെന്നുള്ള സ്ഥലത്ത് നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ പിൻ അഴിച്ചെടുത്തിട്ട് നമ്മുടെ ഷോൾഡറിൽ ജസ്റ്റ് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ
എൻ്റെ ഈ ക്രോപ്പ് ടോപ്പിൻ്റെ എൽബോ ഭാഗം ഭയങ്കര ഇങ്ങനെ ഒരു സുഖമില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ഈ ഇവിടെ ഷോൾഡറിൽ കുത്താൻ കുറച്ച് പണിയായിരുന്നു. എന്നാലും കുറച്ച് ഇറക്കി ഇത് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സൊക്കെ നമ്മൾ ഓൾറെഡി പ്ലീറ്റ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്ന് വൃത്തിയായിട്ട് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. എനിക്ക് ഏകദേശം ഫ്രണ്ടിൽ ഒരു 11 പ്ലീറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിൽ കൂടുതൽ എടുത്താൽ കുറച്ചും കൂടി ഭംഗിയാണ്. എനിക്കിഷ്ടമാണ്, ചിലർക്ക് അത്രയൊന്നും ഇഷ്ടമല്ല. അതിനുശേഷം നമ്മളിതിങ്ങനെ ബാക്കിൽ കൂടെ എടുത്ത് ഈ സൈഡ് പ്ലീറ്റ്സൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഞാൻ സൈഡ് പ്ലീറ്റ്സ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് ജസ്റ്റ് ഇതുപോലെ എടുത്ത് ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വൃത്തിയാക്കാന്നല്ല, അവിടെ അങ്ങനെ ഇതായിട്ട് നിൽക്കുന്നതിനെ ഒന്ന് ഉണ്ടയും പിടിയായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊന്ന് നീർത്തി കൊടുത്ത് ജസ്റ്റ് നമ്മുടെ സെൻറ്റർ പോർഷനിൽ തന്നെ നമ്മളിതുപോലെ ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജസ്റ്റ് ഇതിങ്ങനെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക, അത്ര തന്നെയേ ഉള്ളൂ. ഇനി നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് ശരിയാക്കിയിടുക, അത്രയേ ഉള്ളൂ. സാരി നല്ല വൃത്തിയായിട്ട് വന്നിട്ടില്ലേ. അതുപോലെ നമ്മുടെ സൈഡ് പ്ലീറ്റ്സ് നമ്മുടെ കയ്യിലൊരു മറ്റേ സ്ട്രെയിറ്റ്നറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക വെച്ചാൽ കുറച്ചും കൂടി രസമായിരിക്കും. ആ അയൺ ചെയ്തൊരു എഫക്റ്റ് കിട്ടും. അപ്പം ഞാൻ ഇപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, അപ്പോൾ അത് കാരണം ഞാനത് അയൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സാരിയിലേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സാരി വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. ഈ സാരി നമുക്ക് ബോക്സ് ആക്കിയിട്ട് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ബോക്സ് ആയിട്ട് വെക്കാൻ അറിയില്ല വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ, ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച്.